മലപ്പുറം കൊണ്ടോട്ടിയിൽ നവവധു ഷഹാന മുംതാസിന്റെ മരണത്തിൽ പ്രതി അബ്ദുൾ വാഹിദിനെ റിമാൻഡ് ചെയ്തു. മലപ്പുറം മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് തീരുമാനം. അബ്ദുൾ വാഹിദിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, നിറത്തിന്റെ പേരിലൊക്കെയുള്ള അവഹേളനം, അതുകൊണ്ട് ആത്മഹത്യ ചെയ്തതാണ് ഈ പെൺകുട്ടി. എന്താണിപ്പോൾ നടപടി? അതെ, ഇന്ന് ഉച്ചയോട് കൂടിയാണ് മലപ്പുറത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മഞ്ചേരി സബ് ജയിലിലേക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പ്രതിയെ കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് നിറത്തിന്റെ പേരിൽ അവഹേളനം നിരന്തരമായി നേരിട്ടു. നിറത്തിന്റെ പേരിൽ മാത്രമല്ല, ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പേരിലൊക്കെ നേരിട്ടു. ഒപ്പം തന്നെ ഡൈവോഴ്സ് ചെയ്യുമോ എന്നുള്ള ഒരു പേടി, അത്തരത്തിലുള്ളൊരു സംസാരം ഇവർ തമ്മിലുണ്ടായിരുന്നു. അപ്പോൾ ഈ നേരിട്ടിട്ടുള്ള ആ ഒരു മാനസിക പ്രയാസമൊക്കെ ഡയറിയിൽ കൂടി കുറിച്ചു വെച്ചിരുന്നു ഷഹാന എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡയറിയിൽ ഈ വിവരങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിയത് അതുകൂടി പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഈ ഡയറി കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു പ്രധാന തെളിവ് കൂടിയാണ്. ഒപ്പം തന്നെ മൊബൈലിൽ നിന്നുള്ള വിവരങ്ങൾ, ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളൊക്കെ പലപ്പോഴും ഷഹാന വിളിച്ചു കഴിഞ്ഞാൽ ഈ വാഹിദ ഫോൺ എടുത്തിരുന്നില്ല. അബുദാബിയിലാണ് വാഹിദ് ഉണ്ടായിരുന്നത്. അപ്പോൾ വാഹിദ് ഫോൺ നിരന്തരമായി എടുത്തിരുന്നില്ല. ഇതൊക്കെ വലിയ മാനസിക പ്രയാസം കുട്ടിക്ക് ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത്. ഈ പ്രകാരം തന്നെയാണ് നാളത്തെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിരുന്ന വാദമുണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് വാദത്തിലെടുക്കുകയും ചെയ്തത്. അപ്പോൾ പ്രതിഭാഗം പറയുന്നത് ഇതിൽ നിന്നും തന്നെ യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളൊന്നും ഇതുമായി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രതിഭാഗം പറഞ്ഞിരിക്കുന്നത്. നാളെയാണ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യുക. പ്രഭിത. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നമ്മൾ ഈ വാർത്തയും വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.